ഓം യ ആത്മദാ ബലദാ യസ്യ വിശ്വ ഉപാസതേ പ്രശിഷം യസ്യ ദേവാ യസ്യ ഛായാ അമൃതം യസ്യ മൃത്യോ കസ്മൈ ദേവായ വിഷാവിധേമ. സുഖസ്വരൂപനായ ഭഗവാന് അർച്ചന ചെയ്യുന്നൊരു ഭക്തൻ ചിന്തിക്കുകയാണ്, എങ്ങനെയായിരിക്കണം അവന്റെ അർച്ചന. ആ അർച്ചനയുടെ ഭാഗമാണ് കാശ്യപാശ്രമം 2013 ആരംഭിച്ച് 2014 ഫെബ്രുവരി 14, 13 മുതൽ 19 വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പദ്ധതിക്ക്, യജ്ഞ പദ്ധതിക്ക് തുടക്കമിടുമ്പോൾ ചിന്തിക്കുന്നു. കാശ്യപാശ്രമത്തിന്റെ സോമയാഗം ഫെബ്രുവരി 2014 ഫെബ്രുവരി 13 മുതൽ 19 വരെ നടക്കുമ്പോൾ അതിനു വേണ്ട എല്ലാ ആചാര്യന്മാരും വരുന്നത് കർണാടകയിലെ ഷിമോഗയിലുള്ള മധൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന്. ആ ഗ്രാമത്തിന്റെ പ്രത്യേകത, അത് അവിടെ എല്ലാവരും സംസ്കൃതമാണ് സംസാരിക്കുന്നത്. സംസ്കൃതം മാത്രം സംസാരിക്കുന്ന ഒരു ഗ്രാമത്തിലെ പരമ്പരാഗതമായി വേദത്തിലും വൈദിക ദർശനങ്ങളിലും അതേപോലെ യജ്ഞങ്ങളിലുമൊക്കെ വളരെയേറെ പ്രാഗൽഭ്യം നേടിയ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട്ടെ ചരിത്രപ്രധാനമായ സോമയാഗം നടക്കുന്നത് എന്നത് കാശ്യപാശ്രമത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അഭിമാനിക്കാവുന്ന ഒന്നാണ്. കാരണം ഇതിന്റെ യജമാനൻ വിദ്വാൻ കൃഷ്ണഭട്ടാണ്. അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ, യജമാന പത്നിയായി വരുന്നത് സരോജമ്മയാണ്. അതോടൊപ്പം തന്നെ ഈ യജ്ഞത്തിൽ അധരിയായിരിക്കുന്നത് കേശവ അവധാനി, ഹോതാവായി രാഘവേന്ദ്ര ഭട്ട് വരുന്നു, ഉദ്ഗാതനായി ചൈതന്യ കാലയും, ബ്രഹ്മനായി അഥർവവേദത്തിന്റെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായ കിരണാവധാനി ഇവിടെ എത്തുന്നു. സദസ്യനായി അശ്വത്ഥ നാരായണ അവധാനിയാണ് എത്തുന്നത്. ഇങ്ങനെ പ്രഗത്ഭന്മാരുടെ ഒരു സംഗമം തന്നെ ഈ യാഗത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിദ്വാൻമാരുടെയും പ്രസിദ്ധരുടെയും ഒപ്പം ജ്ഞാനികളുടെയും ഭക്തന്മാരുടെയും ഒരു വലിയ ഗംഗാപ്രവാഹം തന്നെയാണ് ഈ യാഗത്തിന് കോഴിക്കോട് സംഗമിക്കാൻ പോകുന്നത്. കേരളത്തിലെ തനത് സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായി ആപസ്തംഭ സമ്പ്രദായ പ്രകാരമാണ് സോമയാഗം ഇവിടെ സംഘടിപ്പിക്കാൻ പോകുന്നത്. ഈ ഒരു വലിയ ഒരു പ്രവർത്തനത്തിൽ നിങ്ങൾക്കും ഭാഗഭാക്കാകാം. ആ ഭാഗഭാക്കാകുന്നതിന് എല്ലാവർക്കും വളരെ വലിയ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് കോഴിക്കോട് അതിനൊരു അവസരം ചരിത്രത്തിൽ ആദ്യമാണ്. നമുക്കൊരിക്കലും അത് വിസ്മരിക്കാതിരിക്കുക.